16ാമത് സമ്മേളനം 2026 ജനുവരി മാസം 20-ന് ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപനത്തോടു കൂടിയാണ് ഈ സമ്മേളനം ആരംഭിക്കുന്നത്. തുടർന്ന് 2026-27 തീയതികൾ സാമ്പത്തിക വർഷത്തെ ബജറ്റും സഭക്കകത്ത് അവതരിപ്പിക്കപ്പെടും. ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജനുവരി 20 മുതൽ മാർച്ച് 26 വരെ 32 ദിവസത്തെ ഷെഡ്യൂളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ജനുവരി 22, 27, 28 തീയതികളിൽ ഗവർണറുടെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിൻ്റെ മുകളിലെ ചർച്ചയാണ്. ജനുവരി 29-ന് 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കപ്പെടും. ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ ബജറ്റിന് മുകളിൽ പൊതുചർച്ച. ഫെബ്രുവരി 5-ാം തീയതി 2025-26 സാമ്പത്തിക വർഷത്തെ അവസാന ബാച്ച് ഉപധനാഭ്യർത്ഥനകൾ. അതോടൊപ്പം തന്നെ ഏതാനും സാമ്പത്തിക വർഷങ്ങളിലെ അധിക ധനാഭ്യർത്ഥനകളും ഈ ദിവസങ്ങളിൽ പരിഗണിക്കും. ഫെബ്രുവരി 6 മുതൽ 22 വരെ സഭ ചേരുന്നതല്ല. ഈ സമയത്ത് ബഡ്ജറ്റ് സ്ക്രൂട്ടിനിയാണ് വിവിധ സബ്ജക്റ്റ് കമ്മിറ്റികൾ. ഫെബ്രുവരി 24 മുതൽ മാർച്ച് 19 വരെ വീണ്ടും 13 ദിവസം 2026-27 സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകളെ സഭ വിശദമായി ചർച്ച ചെയ്ത് പാസാക്കും. 2025-26 വർഷത്തെ അന്തിമ ഉപാധാനാഭ്യർത്ഥനകളും ധനവിനിയോഗ ബില്ലുകളും ഈ സഭാ സമ്മേളനം പാസാക്കേണ്ടതുണ്ട്. സമ്മേളന കാലയളവിൽ ജനുവരി 23, ഫെബ്രുവരി 27, മാർച്ച് 13 ഈ 3 ദിവസങ്ങളിൽ പ്രൈവറ്റ് മെമ്പർ ബില്ലാണ്. ഗവൺമെൻറ് കാര്യങ്ങൾക്കായി നീക്കിവെച്ചിട്ടുള്ള ദിവസങ്ങൾ ക്രമീകരിക്കുന്നത് കാര്യോപദേശക സമിതി ചേർന്നാണ്. തുടർന്ന് ഈ നിയമസഭയുടെ അവസാനത്തെ സമ്മേളനം 2026 മാർച്ച് 26-ന് അവസാനിപ്പിക്കത്തക്ക നിലയിലെ ഷെഡ്യൂളാണ് ഈ ബജറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇപ്പം ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ KLIBF-ൻ്റെ വിജയവും അതിൽ നിങ്ങൾ നൽകിയ സഹായത്തിന് നിങ്ങളോട് ഒരു നന്ദി കൂടി രേഖപ്പെടുത്താൻ വേണ്ടിയാണ്. KLIBF-ൻ്റെ 4th എഡീഷൻ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ 2026 ജനുവരി 7 to 13 നമ്മുടെ കോംപ്ലക്സിൽ വെച്ചാണ് നടന്നത്. 7-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശങ്കരനാരായണ തമ്പി ലോഞ്ചിൽ ഇത് ഉദ്ഘാടനം ചെയ്തു. ചീഫ് ഗസ്റ്റായി സാംബിയൻ MP-യും CPI-യുടെ പ്രസിഡന്റുമായ ഡോക്ടർ ക്രിസ്റ്റഫർ കലീലോ, ബുക്കർ പ്രൈസ് വിന്നർ ബാനു മുസ്താഖ്, പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ T. പത്മനാഭൻ, ബഹുമാനപ്പെട്ട മന്ത്രിമാർ തുടങ്ങിയവരൊക്കെ പുസ്തകോത്സവത്തിൽ പങ്കെടുത്തു. 4th നിയമസഭാ പുരസ്കാരം നമ്മൾ NS മാധവനാണ് നൽകിയത്. ഇത്തവണ നമുക്കേറെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ പേരിലായിരുന്നു ഒരു വേദി നമ്മൾ സജ്ജമാക്കിയത്. ഈ നിയമസഭാ പുസ്തകോത്സവത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ചടങ്ങുകൾ ഒന്നായി മാറിയത് സന്മനസ്സുള്ള ശ്രീനി എന്ന ഡിബേറ്റായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ട്രിബ്യൂട്ട് ചെയ്ത ഫംഗ്ഷൻ ഈ ലിറ്റററി ഫെസ്റ്റിവൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇവൻ്റായി മാറി എന്നുള്ളതാണ്. വലിയ റെസ്പോൺസ് ആയിരുന്നു ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ KLIBF-ൻ്റെ ടോക്സ്, KLIBF-ൻ്റെ ഡയലോഗ്, മീറ്റ് ദ ഓതർ, പാനൽ ഡിസ്കഷൻസ്, ബുക്ക് റിലീസ്, ബുക്ക് ഡിസ്കഷൻ, സ്റ്റുഡൻസ് കോർണർ, മോഡൽ പാർലമെൻറ്റ് എന്നീ പരിപാടികൾ വിവിധ സെഗ്മെൻറ്റുകളിലായി നടന്നു. ഏതാണ്ട് 407 ഇവൻറ്റ്സാണ് ഇതിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ലിറ്റററി ഇവൻറ്റ്സിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രശസ്തരായ 173 അതിഥികളെ നമ്മൾ ക്ഷണിച്ചിരുന്നു. 170 പ്രസാധകന്മാരിൽ നിന്നായി 282 പുസ്തക സ്റ്റാളുകളാണ് നമ്മൾ ഒരുക്കിയത്.
ഒപ്പം നമ്മൾ ഡിഫറൻ്റ് ഏബിൾഡായ പ്രത്യേകിച്ച് ബ്ലൈൻഡായ ആൾക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക സ്റ്റോൾ ഞങ്ങൾ അനുവദിച്ചിരുന്നു. ഞങ്ങളുടെ ഓരോ ഫെസ്റ്റിവലിനകത്തും ഉള്ള പോരായ്മകൾ എന്താണോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴാണ് കുട്ടികൾ പുസ്തകോത്സവത്തിന് വന്നപ്പോൾ ആ കുട്ടികൾക്ക് ആസ്വദിക്കാൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് പെർഫോം ചെയ്യാൻ ഒരു വേദിയില്ല എന്ന് കണ്ടപ്പോഴാണ് 3rd എഡിഷനിൽ നമ്മൾ സ്റ്റുഡൻസ് കോർണർ ആരംഭിച്ചത്. അപ്പോൾ 3rd എഡിഷനിൽ നിന്നാണ് ചില കാഴ്ച പരിമിതരായ കുട്ടികൾ എന്നെ വന്ന് കണ്ടിരുന്നു. യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൊക്കെ പഠിക്കുന്ന നമുക്ക് ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ വന്ന് പോകുകയെന്നല്ലാതെ ഞങ്ങളുടേതായ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇല്ലെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ഇത്തവണ അവർക്ക് വേണ്ടി ഒരു പ്രത്യേകമായ ഉപകരണങ്ങൾ ഉൾപ്പെടെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക സ്റ്റാൾ ഞാൻ അനുവദിച്ചിരുന്നു. പിന്നെ ഫുഡ് കോർട്ടായിരുന്നു. ഫുഡ് കോർട്ട് വടക്കൻ മേഖലയിലെ ഫുഡ് ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് നല്ല പങ്കാളിത്തം തന്നെ ഫുഡ് കോർട്ടിൽ ഉണ്ടായി എന്നാണ് നിങ്ങളും കണ്ടിട്ടുണ്ടാവും, ഞങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഫെസ്റ്റിവലിൽ പബ്ലിസിറ്റി പ്യൂർലി ഡിജിറ്റലൈസേഷൻ ആയിരുന്നു. ഞങ്ങളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തിക്കൊണ്ടായിരുന്നു പൂർണ്ണമായും ഇത്തവണത്തെ പബ്ലിസിറ്റിയും മറ്റു കാര്യങ്ങളും നമ്മൾ നീക്കിയിട്ടുള്ളത്. പിന്നെ സ്റ്റുഡൻസ് കോർണറിൽ ആയിരക്കണക്കിന് കുട്ടികൾ വന്നു. അവരിൽ ചിലർ പരിപാടികൾ അവതരിപ്പിച്ചു. ഡിഫറൻ്റ് ഏബിൾഡായ കുട്ടികൾ വന്നു. നിങ്ങൾ ഒരു വീഡിയോ പ്രചരിക്കുന്നത് കണ്ടിട്ടുണ്ടാകും. നമ്മൾ ഡംബ് ആൻഡ് ഡഫായ കുട്ടികൾ, അവർ പോളിടെക്നിക്ക് പഠിക്കുന്ന കുട്ടികൾ, അവരിവിടെ വന്നു. അവരുടെ റെസ്പോൺസൊക്കെ നിങ്ങൾ ടി വിയിലൂടെ കണ്ടു കാണും. അപ്പം അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ആസ്വദിക്കാൻ സാധിക്കത്തക്ക നിലയിലാണ് ഞങ്ങൾ ഇത്തവണ ബുക്ക് ഫെസ്റ്റിവൽ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം കുട്ടികൾക്ക് സിറ്റി റൈഡിന് വേണ്ടി KSRTC ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ അനുവദിച്ചു. അതും വളരെ ആസ്വാദകരമായി മാറിയെന്നാണ് നമുക്ക് ലഭിച്ച റെസ്പോൺസ്. പിന്നെ ഇത്തവണ ആദ്യമായാണ് വടക്കൻ കേരളത്തിൽ മാത്രം കണ്ട് പരിചിതമായ തെയ്യം തെക്കൻ കേരളത്തിൽ നമ്മൾ പെർഫോം ചെയ്യിക്കുന്നത്. ഞങ്ങളുടെ പ്രമൈസസിനകത്ത് ഞങ്ങൾ 5 ദിവസങ്ങളിലായി 7 തെയ്യങ്ങളാണ് അവതരിപ്പിച്ചത്. വലിയ റെസ്പോൺസായിരുന്നു. കാരണം തെക്കൻ കേരളത്തിൽ പരിചിതമായ പെർഫോമൻസ് ആർട്ടല്ല തെയ്യം. അപ്പോൾ ആ ഒരു തെയ്യം വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ്, അതിന് നല്ല റെസ്പോൺസും ഉണ്ടായി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ പുസ്തകോത്സവത്തിൻ്റെ 7 ദിവസങ്ങളിലും കൾച്ചറൽ ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു, മെഗാ ഷോകൾ ഉണ്ടായിരുന്നു, ചില ദിവസങ്ങളിൽ 2 അപ്പോൾ 7 ദിവസങ്ങളിലായി 10 മെഗാ ഇവൻറ്റ്സ് ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അതിലൊക്കെ സഹകരിച്ചത് നമ്മുടെ വിഷ്വൽ മീഡിയാസ് തന്നെയാണ്. മത്സരപൂർവ്വം വിഷ്വൽ മീഡിയാസ് വന്നു, അവർ റെസ്പോണ്ട് ചെയ്തു, അവർ ഞങ്ങളുമായി സഹകരിച്ചു. അങ്ങനെയാണ് ബഹുജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ മെഗാ ഇവൻറ്റുകൾ ഈ ദിവസങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ മെഗാ ഇവൻറ്റ്സ് 10 പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. ഞങ്ങളൊരു കണക്ക് കൂട്ടുന്ന ഏതാണ്ട് 2 ലക്ഷത്തിലേറെ ബഹുജനങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം നിയമസഭക്കകത്ത് വന്നുപോയി എന്നുള്ളതാണ്. ഇതിൻ്റെ കൾമിനേഷൻ, ഇതിൻ്റെ കൺക്ലൂഡിംഗ് സെഷൻ ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ട് കാണും. നല്ല രീതിയിലുള്ള അദ്ദേഹവും വളരെ ഇംപ്രസ്ഡ് ആയാണ് നമ്മുടെ ബുക്ക് ഫെസ്റ്റിൽ കണ്ടുപോയിട്ടുള്ളത്. അതുപോലെ കേരളത്തിൻ്റെ പുസ്തകോത്സവത്തെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ ആളുകൾ വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ തെലങ്കാന ടീം വന്നു ഞങ്ങളെ കാണാൻ. തെലങ്കാനയിൽ ഒരു സ്പെഷ്യൽ IAS ഓഫീസർ, കഴിഞ്ഞ തവണ കർണാടക ടീം വന്നിരുന്നു. അപ്പോൾ ഇത് ഇന്ത്യക്ക് മാതൃകയായ രീതിയിൽ നടത്താൻ ഞങ്ങൾ കഴിഞ്ഞത് ഞങ്ങളുടെ മികവുകൊണ്ട് മാത്രമല്ല, അതിൽ നിങ്ങൾക്കും നല്ല സംഭാവന നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങളും നല്ല രീതിയിൽ ഞങ്ങളെ പ്രൊമോട്ട് ചെയ്തു, പ്രോത്സാഹനം നൽകി, മത്സരപൂർവ്വം നിങ്ങൾ പബ്ലിസിറ്റി കൊടുത്തു. അതിൻ്റെയൊക്കെ ഒരു ഓവറോൾ ഇഫക്റ്റാണ് അതർ സ്റ്റേറ്റ്സിൽ ഉൾപ്പെടെ ആളുകൾ എങ്കിൽ അവിടെ നടത്തണമെന്ന രീതിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയത്. അതൊരു നല്ല റെസ്പോൺസായി നമ്മൾ കാണുന്നു. 5th എഡിഷൻ ഞങ്ങൾ പ്രഖ്യാപിച്ചു. 2027 ജനുവരി മാസം 7 to 13 5th എഡിഷൻ ഇവിടെ വെച്ച് നടക്കും. അപ്പോൾ 4 എഡിഷനകത്തുള്ള പോരായ്മകൾ എന്തൊക്കെയാണോ അതിനകത്തെ പോരായ്മകൾ പരിഹരിച്ച് 5ാം എഡിഷനും മികച്ച നിലയിൽ തന്നെ നടത്താൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിനകത്തുള്ള സ്റ്റാഫ്, ജീവനക്കാർ, അത് കട്ടിങ് അക്രോസ് ദ പാർട്ടി ലൈനാണ്. എല്ലാവരും വ്യത്യസ്ത യൂണിയനുകൾപ്പെട്ടവരുണ്ട്. പക്ഷെ അവരൊന്നും ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയം മറന്ന് ഇത് ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ പ്രോഗ്രാമാണെന്ന് കണ്ട് ആ പരിപാടി വിജയിപ്പിക്കാൻ അവരവരുടെ സംഘാടന മികവ് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ ആ നിലയ്ക്ക് ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് ഈ ഇവൻ്റ് KLIBF,
കേരളത്തിലും ഇന്ത്യയിലും ലോകപരിചിതമായ അഞ്ചക്ഷരങ്ങളായി മാറിയത്. തീർച്ചയായും ഇനിയും നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം. മാധ്യമങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. നിങ്ങളുടെ അകമൊഴിഞ്ഞ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് ഈ നിലയിലേക്ക് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ നിങ്ങൾ അറിവിലേക്ക് രണ്ട് കാര്യം കൂടി പറയാം. 15ാമത് കേരള നിയമസഭ 16ാമത് സെഷൻ ചേരുന്നത് വരെ 192 ദിവസങ്ങൾ ഞങ്ങൾ സഭാ സമ്മേളനത്തിന് വേണ്ടി ചേർന്നു. 192 ദിവസങ്ങൾ. ആകെ പാസാക്കിയ നിയമങ്ങൾ 158ആണ്. 14ാമത് കേരള നിയമസഭ 109 നിയമങ്ങളാണ് പാസാക്കിയതെങ്കിൽ 15ാമത് കേരള സഭ 158ആണ്. അതിലും കേരളം മോഡൽ തന്നെയാണ്. നിയമനിർമ്മാണമാണ് നിയമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിയമനിർമ്മാണ സഭ ആ നിലയിൽ നിയമനിർമ്മാണത്തിന് നിയമസഭാ സാമാജികരും ഗവൺമെൻറ്റും മുൻകൈ എടുത്തതുകൊണ്ടാണ് ഇത്രയും നിയമങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ 4 ബില്ലുകൾ പെൻഡിംഗ് ആണ്. ഗവർണറുടെ അസെൻറ്റ് കിട്ടാൻ വേണ്ടി പെൻഡിംഗ് ആയി നിൽക്കുന്ന കാര്യം കൂടി നിങ്ങളുടെ അറിവിലേക്ക് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്.